ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചു വരുന്നത് അർദ്ധരാത്രിയിലെ വിടുതലിനെ കുറിച്ചാണല്ലോ. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് യേശു കർത്താവ് രാത്രിയിൽ അരണ്ട് പേടിച്ച ശിഷ്യന്മാരുടെ അടുക്കൽ പടകിനോട് ചേർന്ന് നടക്കുകയും കാറ്റിനെയും തിരമാലയും ശാന്തമാക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. സന്ധ്യയായപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ പടകെടുത്തുകൊണ്ട് കടലിൽ കൂടെ കവർന്ന ഭൂമിയിലേക്ക് പോയി എന്നും പോകുന്ന യാത്രയിൽ പ്രതിസന്ധികൾ വന്നപ്പോൾ യേശു അവരുടെ പടകിൽ ഇല്ലായിരുന്നു. എന്നാൽ പ്രശ്നങ്ങൾ മൂർജിച്ചപ്പോൾ, വലിയ പ്രതിസന്ധി വന്നപ്പോൾ യേശു പല നാഴിക പിന്നിട്ടു പോയ തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കലേക്ക്, ആ പടകിലേക്ക്, ആ കടൽ വഴി അടുത്ത് ചെന്നിട്ട് ഭയപ്പെടേണ്ട, ഞാൻ ആകുന്നു എന്ന് പറഞ്ഞ് അവരെ ബലപ്പെടുത്തിയത്, അവരെ ധൈര്യപ്പെടുത്തിയത് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം മറ്റൊരു രാത്രിയിൽ നടന്ന യേശുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വലിയ പദ്ധതികളെ കുറിച്ചാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും യേശു കർത്താവിൻ്റെ സാന്നിധ്യം വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകത്തിൽ ഏദൻ തോട്ടത്തിൽ ആദാം ഹവ്വ ദമ്പതികൾ പാപം ചെയ്തപ്പോൾ, അവർ അതിന് ശേഷം നഗ്നരായപ്പോൾ അവരുടെ നഗ്നത മറയ്ക്കാൻ യഹോവയായ ദൈവം ഒരു ആട്ടിൻകുട്ടിയെ അറുത്ത് അതിൻ്റെ തോലെടുത്ത് ഉടുപ്പിച്ച് ഒരു യാഗം അവിടെ നടക്കുന്നത് കാണാൻ കഴിയും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തു നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നു എന്നും കാൽവറിയിൽ അത് സ്ഥാപിക്കപ്പെട്ടു എന്നും, പഴയ നിയമത്തിൻ്റെ നിഴല് പൊരുളായി പുതിയ നിയമത്തിൽ കാൽവറിയിൽ പ്രദർശിക്കപ്പെട്ടു എന്നും സകലതും നിവൃത്തിയായി എന്ന് യേശു പറയുന്നതും നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇവിടെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പുറപ്പാട് പുസ്തകത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന് നിഴലായി ഒരു കുഞ്ഞാട് അറുക്കപ്പെടുകയും ആ ആടിൻ്റെ യാഗത്താൽ അല്ലെങ്കിൽ മരണത്താൽ ആ മരണത്താലുള്ള വിടുതലിനെ കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുമാണ് ഇന്ന് രാവിലെ ചിന്തിപ്പാൻ താല്പര്യപ്പെടുന്നത്. യേശു കർത്താവിനെ പഴയ നിയമത്തിൽ വിവിധ ഭാഗങ്ങളിൽ കാണാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് ഓർപ്പിച്ചു. എല്ലാ പുസ്തകങ്ങളിലും 66 പുസ്തകങ്ങളിലും യേശു കർത്താവിനെ നമുക്ക് കാണാൻ കഴിയും. ഒന്നല്ലെങ്കിൽ മറ്റു നിലയിലാണ് യേശു അവിടെ പ്രദർശിക്കപ്പെടുന്നത്. ഇവിടെ നമുക്കറിയാം, ഇസ്രായേൽ ജനം ഏതാണ്ട് നീണ്ട ചില വർഷങ്ങൾ സ്വന്തമല്ലാത്ത ദേശത്ത് അടിമ വീട്ടിൽ ഫറവോന്റെ കീഴിൽ അവർ പണിയെടുക്കേണ്ടി വന്നു. അവിടെയുള്ള പുരുഷന്മാർ കഷ്ടപ്പെട്ടു, കട്ടച്ചുളയിൽ പണിയെടുത്തു. ചാട്ടകളുടെ അടിയും ആക്ഷേപങ്ങളും നിന്ദയും പരിഹാസവും പട്ടിണിയും ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നു. മാത്രമല്ല, ഇസ്രായേൽ മക്കൾ അല്ലെങ്കിൽ എബ്രായ കുടുംബത്തിലൊരു ആൺസന്തതി പിറക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ കൊലവിളിക്കുന്ന ഒരു സമയത്തിലേക്ക് എത്തപ്പെടുകയാണ്. ആ സമയത്താണ് മോശ ജനിക്കുന്നത്, നമുക്കറിയാം. എന്നാൽ ആ ഭാഗത്ത് വേദപുസ്തകത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, യേശു കർത്താവിൻ്റെ ക്രൂശുമരണം പോലെ ഇസ്രായേൽ മക്കളുടെ വീണ്ടെടുപ്പിൻ്റെ സമയമായപ്പോൾ ഒരാട്ടിൻകുട്ടിയെ അറുക്കണമെന്ന് അവിടെ കാണുകയാണ്. മോശയുടെ യഹോവയായ ദൈവം മോശയുടെ ശുശ്രൂഷയുടെ ആ ബിഗിനിങ് ടൈമിൽ ഇങ്ങനെ പറയുകയാണ്, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, അവർ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു. അതേ പ്രിയരെ, നിങ്ങളുടെ കഷ്ടത കാണുന്നൊരു ദൈവമുണ്ട്, നിങ്ങളുടെ നിലവിളി കേൾക്കുന്നൊരു ദൈവമുണ്ട്. നിങ്ങളെ ആര് കണ്ടില്ലെങ്കിലും ആര് കേട്ടില്ലെങ്കിലും നിങ്ങൾ നിരാശപ്പെടേണ്ട. ഇസ്രായേൽ കട്ടച്ചൂളയിൽ കിടന്ന അയ്യോ എന്ന് നിലവിളിച്ചതും ദൈവമേ എന്ന് പ്രാർത്ഥിച്ചതും കണ്ടതും കേട്ടതുമായ ദൈവം ഇന്നും ജീവിക്കുന്നു. ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് വാസ്തവമായ കാര്യമാണ്. എന്നാൽ മോശ മുഖാന്തരം ഇസ്രായേൽ മക്കളോട് യഹോവയായ ദൈവം പറഞ്ഞതനുസരിച്ച് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 7-8 വാക്യങ്ങളിൽ ഇങ്ങനെ കാണുന്നു, അതിൻ്റെ രക്തം കുറെ എടുത്ത് തങ്ങൾ തിന്നുന്ന വീടുകളുടെ വാതിലിൻ്റെ കട്ടളയിൽ രണ്ടിന്മേലും കുറുമ്പടിമേലും പുരട്ടണം. അന്ന് രാത്രി അവർ തീയിൽ ചുട്ടതായ ആ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും തിന്നണം. കയ്പ് ചീരയോടുകൂടെ അത് തിന്നണം. ആ രാത്രിയിൽ സംഭവിക്കേണ്ട കാര്യമാണ്. എന്താണ് ആ രാത്രിയിൽ ചെയ്യേണ്ടത്? 2 വയസ്സിന് താഴെയുള്ള ഒരു ആട്ടിൻകുട്ടിയെ നിങ്ങൾ എടുക്കണം. പാകത്തിനെടുത്തിട്ട് നിങ്ങൾ അതിനെ അറുത്ത് അതിൻ്റെ മാംസം
കയ്പ് ചീരയോടുകൂടെ നിങ്ങൾ തിന്നണം. എന്നിട്ട് ആ അറുക്കുന്ന ആട്ടുംകുട്ടിയുടെ രക്തം ഒരു കിണ്ണത്തിൽ എടുത്തിട്ട് ഈസോപ്പ് തണ്ട് കൊണ്ട് അതിനെ മുക്കി നിങ്ങൾ തിന്നുന്ന വീടുകളിൽ അല്ലെങ്കിൽ നിങ്ങൾ പാർക്കുന്ന വീടുകളിൽ നിങ്ങളുടെ കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും ഈ രക്തം പുരട്ടണം. എന്തിനറിയാമോ? ഒരു സംഹാരകൻ വരുന്നുണ്ട്. ആ സംഹാരകൻ വന്നു കഴിഞ്ഞാൽ കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും രക്തക്കറയില്ലാത്ത വീടുകളിൽ അവിടെ വലിയൊരു ന്യായവിധി സംഭവിക്കാൻ പോകുകയാണ്. എന്താണ് ആ ന്യായവിധി? ആ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ ആ ന്യായവിധിയുണ്ട്. ആ വാക്യം ഇങ്ങനെയാണ്: ഈ രാത്രിയിൽ ഞാൻ മിസ്രൈം ദേശത്തൂടെ കടന്നു മിസ്രൈമിലുള്ളത് മനുഷ്യരുടെയും മൃഗത്തിൻ്റെയും കടിഞ്ഞൂലിനെയൊക്കെയും സംഗ്രഹിക്കും. അടുത്തത്, മിസ്രൈമിലെ സകല ദേവന്മാരിലും ഞാൻ ന്യായവിധി നടത്തും. ആ മൃഗങ്ങളാകട്ടെ മനുഷ്യരാകട്ടെ കടിഞ്ഞൂലായി അല്ലെങ്കിൽ ആദ്യമായി ജനിച്ച സകലതിനെയും ഞാൻ കൊന്നുകളയും. അതുമാത്രമല്ല, മിസ്രൈമിലെ ദേവന്മാരിലും ഞാൻ ന്യായവിധി നടത്തും. അപ്പൊ 12-ാമത്തെ വാക്യത്തിൽ ന്യായവിധി നടക്കുന്നു. ഈ ന്യായവിധിയിൽ നിന്നും വിടുതൽ കിട്ടണമെങ്കിൽ രക്തത്തിന്റെ കറയുണ്ടായിരിക്കണം. രക്തത്തിന്റെ കറയുണ്ടെങ്കിൽ സംഹാരകൻ നിന്റെ വീടിന്റെ മുമ്പേ പോകുമ്പോൾ നിന്റെ വീട് ആ ന്യായവിധിക്കകത്തുനിന്ന് ഒഴിഞ്ഞിരിക്കും. ഇന്ന് രാവിലെ ഞാൻ വിശ്വാസത്തിന്റെ വാക്കോടെ പരിശുദ്ധ ആത്മാവിൽ ഞാൻ പറയാം, യേശുവിന്റെ രക്തം നിന്റെ വീട്ടിലുണ്ടെങ്കിൽ, യേശുവിന്റെ രക്തം നിന്നിലുണ്ടെങ്കിൽ, യേശുവിന്റെ രക്തം നിന്റെ കുടുംബത്തിലുണ്ടെങ്കിൽ സംഹാരദൂതന്റെ കയ്യിൽ നിന്നും, മരണപ്പിശാചിന്റെ കയ്യിൽ നിന്നും, ശാപത്തിന്റെ കയ്യിൽ നിന്നും, ബന്ധനങ്ങളുടെ അകത്തു നിന്നും നിങ്ങൾ പുറത്തു വരും. പഴയ നിയമത്തിലെ വീടിന്റെ കട്ടളക്കാലുമേലും കുറുമ്പടിയും ആണ് ആട്ടുംകുട്ടിയുടെ രക്തം പുരട്ടേണ്ടി ഇരുന്നു എങ്കിൽ, ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് ഇങ്ങനെ പറയാം, നാം നിൽക്കുന്നത് പഴയ നിയമത്തിലല്ല, നാം നിൽക്കുന്നത് പുതിയ നിയമത്തിലാണ്. പുതിയ നിയമത്തിൽ ബിഫോർ ക്രൈസ്റ്റ്, ക്രിസ്തുവിന് ശേഷമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ക്രിസ്തുവിന് മുമ്പ് പഴയ നിയമത്തിൽ സംഭവിച്ചതെല്ലാം അത് നിഴല് മാത്രമായിരിക്കുമ്പോൾ പുതിയ നിയമത്തിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച നമുക്ക് വലിയ സന്തോഷമുണ്ടാകണം. യേശു ക്രിസ്തുവിന് ശേഷം ആട്ടുംകുട്ടിയല്ല അറുക്കേണ്ടത്, ആട്ടുംകുട്ടിയുടെ രക്തമല്ല തേക്കേണ്ടത്. മറിച്ച് ഞാൻ ഇന്ന് രാവിലെ ഇങ്ങനൊരു കാര്യം കൂടെ പറയാം. പഴയ നിയമത്തിൽ വീടിന്റെ കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലുമാണ് രക്തം പുരട്ടി അവർ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെട്ടത് എങ്കിൽ, പുതിയ നിയമത്തിൽ പാർക്കുന്ന നമ്മളും വീടിന്റെ കട്ടളക്കാലിലും കുറുമ്പടിമേലും ക്രിസ്തു വീടിന്റെ നായകനെന്നോ ക്രിസ്തു വീടിന്റെ രക്ഷകനെന്നോ എഴുതി വെച്ചത് കൊണ്ടോ ഒരു രക്ഷയും ഉണ്ടാകുകയില്ല. പകരം നമ്മുടെ ഹൃദയമാകുന്ന പലകയിൽ, നമ്മുടെ ഹൃദയമാകുന്ന വാതിൽ, നമ്മുടെ ഹൃദയമാകുന്ന ഈ ഡോറിൽ നാം ഹൃദയത്തിൽ എഴുതി വെക്കണം, ക്രിസ്തു എൻ്റെ രക്ഷകനാണ്. യേശുവിന്റെ രക്തം നമ്മുടെ ശരീരത്തിലേക്ക് തളിക്കണം. പഴയ നിയമത്തിൽ വീടിന്റെ കട്ടളക്കാലിലാണെങ്കിൽ പുതിയ നിയമത്തിൽ നമ്മുടെ ശരീരത്തിലാണ് യേശുവിന്റെ രക്തം തളിക്കേണ്ടത്. യേശുവിന്റെ രക്തം നമ്മുടെ ശരീരത്തിൽ തളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, യേശുവിന്റെ രക്തം നമ്മളെ കഴുകിയിട്ടുണ്ടെങ്കിൽ, കർത്താവിന്റെ വചനം പറയുന്നു, നിന്റെ പാപം എത്ര കടുംചുമപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കും. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുവിന്റെ രക്തം നമ്മെ ന്യായവിധിയിൽ നിന്ന് രക്ഷിക്കുന്നു. യേശുവിന്റെ രക്തം നമ്മളെ നിത്യതയിലേക്ക് കൊണ്ടുപോകാൻ കവർ ചെയ്യുന്നു. യേശുവിന്റെ രക്തം പാപത്തിൽ നിന്ന് നമ്മെ സുരക്ഷിതമായി മാറ്റിവെക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാം, ഈ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ ഈ സന്ദേശം നിങ്ങൾ കേൾക്കൂ. നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടൊരു കുഞ്ഞാടുണ്ട്. കാൽവറിയിൽ തൻ്റെ ശരീരത്തിലെ സകല രക്തവും നമുക്ക് വേണ്ടി ഒഴുക്കി, അവസാനത്തുള്ളി രക്തം നമുക്ക് വേണ്ടി പിഴിഞ്ഞൊഴിച്ച് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കാൽവറിയിൽ മരിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ ആ സഹനം ഇന്ന് നമ്മുടെ വിടുതലും ആശ്വാസവുമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ശ്രദ്ധിക്കൂ, ഇവിടെ ഈ ആട്ടുംകുട്ടിയുടെ രക്തം കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും പുരട്ടിയപ്പോൾ 12-ാമത്തെ വാക്യത്തിൽ, പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ ന്യായവിധി നടക്കുമെന്ന് പറഞ്ഞെങ്കിൽ 29-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ നോക്കൂ. അർദ്ധരാത്രിയിലോ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഫറവോന്റെ ആദിജാതൻ മുതൽ കുണ്ടറയിൽ കിടക്കുന്ന തടവുകാരന്റെ ആദിജാതൻ വരെയും മിസ്രൈമിലെ ജാതന്മാരെയും മൃഗങ്ങളെയും ഒക്കെ എന്ത് ചെയ്തു? കടിഞ്ഞൂലുകളെ ഒക്കെയും എല്ലാം യഹോവ സംഗ്രഹിച്ചു കളഞ്ഞു. നോക്കൂ, ദൈവം ഒരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും.
അതിനെ തടുക്കാൻ ആർക്കും കഴിയുകയില്ല. ദൈവം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ അനുഗ്രഹിച്ചിരിക്കും, അതിനെ തടുക്കാൻ ആർക്കും കഴിയുകയില്ല. ദൈവം നശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ നശിപ്പിച്ചിരിക്കും, അതിനെ തടുക്കാൻ ആർക്കും കഴിയുകയില്ല. പക്ഷെ ദൈവത്തിന്റെ കോപത്തിൽ നിന്നും ദൈവത്തിന്റെ കയ്യിൽ നിന്നും നാം രക്ഷപ്പെടണമെങ്കിൽ യേശുവിന്റെ രക്തം നമുക്കിന്നും സാക്ഷ്യമായി നിൽക്കുകയാണ്. പഴയ നിയമത്തിൽ ആട്ടുംകുട്ടി അറുക്കപ്പെട്ട് ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്നും കനാൻ ദേശത്തേക്ക് യാത്ര തിരിച്ച് വാഗ്ദത്ത ദേശത്തെത്തിയെങ്കിൽ പുതിയ നിയമത്തിൽ കാൽവറിയിൽ തകർക്കപ്പെട്ട കുഞ്ഞാടാകുന്ന യേശുവിന്റെ രക്തത്താൽ നമുക്ക് സ്വർഗമെന്ന കാൽവറിയിലേക്ക്, നിത്യതയിലേക്ക്, വാഗ്ദത്ത ദേശത്തേക്ക്, ആ കനാൻ ദേശത്തേക്ക് നമുക്ക് എത്തുവാൻ ഭാഗ്യം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ എന്ത് നേടി എന്നുള്ളതല്ല, ഇവിടെ എന്ത് സമ്പാദിച്ചു, എത്ര കൂട്ടി വെച്ചു, എത്ര ബാലൻസ് കാണിച്ചു എന്നുള്ളതല്ല. നമ്മുടെ ശരീരത്തിൽ യേശുവിന്റെ രക്തമുണ്ടെങ്കിൽ നാം നിത്യത അവകാശമാക്കിയിരിക്കും. നാം വാഗ്ദത്ത ദേശമായ കനാൻ ദേശത്തെത്തിയിരിക്കും. അത് ഏത് പ്രതിസന്ധികൾ വന്നാലും, മരുഭൂമിയിലെ പ്രതികൂലങ്ങൾ നമ്മെ വല്ലാതെ പിരിമുറുക്കിയാലും, നമ്മെ അസ്വസ്ഥപ്പെടുത്തിയാലും അവയ്ക്കൊന്നും നമ്മെ തകർക്കാൻ കഴിയില്ല. നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ആ നിത്യഭവനത്തിൽ നമ്മൾ എത്തുവാൻ യേശുവിന്റെ രക്തം നമ്മുടെ മേൽ തളിക്കപ്പെടട്ടെ. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് ഇങ്ങനെ ദൂത് പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. യേശുവിന്റെ രക്തം നിങ്ങൾ സ്വീകരിക്കണം. യേശുവിന്റെ രക്തം കുറേനക്കാരനായ ശീമോന്റെ ശരീരത്തിൽ വന്നപ്പോൾ, യേശുവിന്റെ രക്തം കുറേനക്കാരനായ ശീമോന്റെ ദേഹത്ത് പുരണ്ടപ്പോൾ, കുറേനക്കാരനായ ശീമോന്റെ വീടിനകത്ത് തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ, അവന്റെ ഭാരം, കടം, വേദന ദൈവം മാറ്റിയെങ്കിൽ, കുറേനക്കാരനായ ശീമോനെ ദൈവം ഉയർത്തിയെങ്കിൽ, ഇന്ന് രാവിലെ യേശുവിന്റെ രക്തം നിന്നെ ഉയർത്തും. യേശുവിന്റെ രക്തം ശാപത്തിൽ നിന്നും മരണത്തിൽ നിന്ന് ബന്ധനങ്ങളിൽ നിന്നെ പുറത്തു കൊണ്ടുവരും. യേശുവിന്റെ രക്തത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഒന്നും കൊണ്ടും നിങ്ങൾ ഭാരപ്പെടേണ്ട, ഒന്നും കൊണ്ടും നിരാശപ്പെടേണ്ട. പഴയ നിയമത്തിൽ കട്ടളക്കാലുമേലും കുറുമ്പടിമേലും ആടിന്റെ രക്തം അർദ്ധരാത്രി തളിച്ചതുപോലെ ഈ രാത്രി ദൈവാത്മാവിൽ ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയാം, അർദ്ധരാത്രിയിൽ നമുക്ക് വേണ്ടി വെളിപ്പെടുന്ന ഒരു ദൈവത്തിന്റെ കൃപയുണ്ട്. അങ്ങനെയെങ്കിൽ ചൊരിയപ്പെടുന്ന യേശുവിന്റെ രക്തം നമ്മുടെ മേൽ തളിക്കുമ്പോൾ, നമ്മുടെ മക്കളുടെ മേൽ തളിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയും വിടുതലും അതിൻ്റെതായ ശക്തിയും വെളിപ്പെടും. അങ്ങനെയെങ്കിൽ യേശുവിന്റെ രക്തത്താൽ നമുക്ക് നിറയാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ? എൻ്റെ കൂടെ ചേർന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കുക. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം. യേശുവിന്റെ രക്തത്തിൽ കൂടെ ഞങ്ങൾക്കൊരു വിടുതലുണ്ടെന്നും ഞങ്ങൾക്കൊരു രക്ഷയുണ്ടെന്നും ഞങ്ങളോട് പറഞ്ഞ ദൈവത്തിന്റെ വചനത്തിനായി സ്തോത്രം. പഴയ നിയമത്തിൽ കട്ടളക്കാലുമേലും കുറുമ്പടിമേലും ആട്ടുംകുട്ടി രക്തം തളിച്ചപ്പോൾ മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ പുറപ്പെട്ട് വാഗ്ദത്ത ദേശത്തേക്ക് എത്തിയതുപോലെ പുതിയ നിയമത്തിൽ കാൽവറിയിൽ തകർത്ത ആട്ടുംകുട്ടിയായ ക്രിസ്തുവിന്റെ രക്തം ഞങ്ങളുടെ മേൽ തളിക്കപ്പെടുന്നത് കൊണ്ട് ഞങ്ങൾക്ക് വാഗ്ദത്ത ദേശമായ ഒരു നിത്യതയുണ്ടെന്ന്, ഒരു വാഗ്ദത്ത ദേശമായ കനാനുണ്ടെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതിൻ്റെ അംശികളായി അനുഗ്രഹിക്കപ്പെടുവാൻ സംഹാരദൂതന്റെ കയ്യിൽ നിന്നും ഞങ്ങൾ വിടുവിക്കപ്പെട്ട് കർത്താവിനോട് ചേർന്ന് വസിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ രക്തം കൊണ്ട് നമുക്ക് അനുഗ്രഹം പ്രാപിക്കാം, വാഗ്ദത്ത ദേശത്തേക്ക് പോകാം. ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.